വയനാട് വിഷയവും SDPI ജമാഅത്തെ വിഷയവുമാണ് ഇന്ന് വലിയ തോതിൽ ചർച്ചയായിരിക്കും. നമ്മൾ ഈ ചർച്ചയുടെ ഒരു പാറ്റേൺ അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൽ ഞാൻ ഇടതുപക്ഷത്തു നിന്ന് അഭിപ്രായം തേടുകയാണ്. ഡോക്ടർ പ്രേംകുമാറിലേക്കാണ് പോകുന്നത്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പൊ നോക്കൂ, വയനാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം വീട് പണിതതിന് ശേഷം അതിന്റെ കണക്ക് വ്യക്തമാക്കും എന്നുള്ളതാണ്. ആ പണവുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണോ? അല്ല, അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയല്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടെന്നറിയോ, സാധാരണ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഏത് നാട്ടിലാണെങ്കിലും ഭരണത്തിലിരുന്ന പാർട്ടി ജനങ്ങൾക്ക് കൊടുത്ത ഓഫറും അവരെ അത് നടപ്പിലാക്കാത്തത് പ്രതിപക്ഷവും ജനങ്ങളും ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക. അതാണല്ലോ 900-ലധികം എന്താ പറയുക കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു മാനിഫെസ്റ്റോയും കൊണ്ടാണ് പിണറായി 2 അധികാരത്തിൽ വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് VD സതീശൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. അനൂപും ശ്രീകുമാർ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ സാധനം നേരെ തിരിച്ചാ ഉള്ളത്. നമ്മൾ ഇടതുപക്ഷത്തുള്ള ആളുകൾ, നിങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കേണ്ടി വരികയാണ്, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പൈസ എവിടെ, കണക്കെവിടെ, ആപ്പ് എവിടെയെന്ന്. ഇനി അതിൽ അനൂപും കോൺഗ്രസിന്റെ ആളുകളും പറയുന്ന ഒരു കാര്യത്തിനുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും CPI ആയിരുന്നാലും ലീഗ് ആയിരുന്നാലും പല ഘട്ടങ്ങളിലും ആളുകളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഇതിന്റെ കണക്ക് ചോദിക്കാറില്ല. പൊതുജനം, പുറത്തു നിൽക്കുന്ന ആൾക്കാർ ചോദിക്കാറില്ല. കെ കരുണാകരന്റെ സ്മാരകത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചു എന്നാണ് അവർ തന്നെ പറയുന്നു. കോഴിക്കോട് DCC ഓഫീസിന്, അങ്ങനെ പലതും. അത് അവർ പരിഹരിക്കട്ടെ. ഇവിടെ എന്താ പ്രശ്നം? കേരളം ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തം നടക്കുന്നു. ആ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഒരു സംശയമില്ല. അതിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രളയകാലത്തും കോവിഡ് കാലത്തും ചെയ്തതുപോലെ മലയാളിയുടെ മഹനീയ മാതൃകയിൽ സംഭാവന തരാൻ തയ്യാറാവുന്നു. അപ്പൊ കോൺഗ്രസ്സുകാർ വന്നിട്ട് എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് കൊടുക്കരുത്, ഞങ്ങളെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ പിരിക്കുന്നു. അത് ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടി ഇവരൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. VD സതീശൻ ഇന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പണം കൊടുത്തില്ലേ, അവർ രാഷ്ട്രീയമായി മറ്റൊരു പിരിവ് നടത്തി എന്നല്ലേ ഉള്ളൂ. സുധാകരൻ KPCC പ്രസിഡന്റ് പറഞ്ഞത് രമേശ് ചെന്നിത്തല ചെയ്തത് ശരിയല്ല എന്നാണ്. ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ തവണ ഫണ്ട് പിരിച്ചിട്ട് എവിടെയൊക്കെയോ എന്താ പറയാ, ആലുവയിലോ അങ്കമാലിയിലോ എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നാ മതി, ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്നാണ്. കുറെ MLA മാർ CMDRFിലേക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്, സത്യമാണ്. T സിദ്ദിഖൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആഹ്വാനം ഇതായിരുന്നു, ആ സമയത്ത് ആളുകളിൽ നിന്ന് പിരിച്ച പൈസയാണ്. ഈ കൊടുത്ത പൈസ പൊളിറ്റിക്കൽ ഡൊണേഷൻ അല്ലെന്നേ. വയനാട്ടിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരെ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങളെയും എന്നെയും പോലുള്ള ആളുകൾ അവർക്ക് കൊടുത്ത പൈസയാണ് ഇവരുടെ കയ്യിലുള്ളത്. ആ പൈസക്കാണ് തുമ്പും വാലും ഇല്ലാത്തത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ ഇന്നേ വരെ ഇവരെ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. ആദ്യം പറഞ്ഞതെന്ന് അറിയോ, സർക്കാർ ഭൂമി തന്നില്ല എന്ന്. സർക്കാർ ഒരു പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാർ നേരിട്ട് ഈ ബെനിഫിഷ്യറിനെ അഡ്രസ് ചെയ്തത്, നിങ്ങൾക്ക് ഒന്നുകിൽ ടൗൺഷിപ്പിൽ നിൽക്കാം, അല്ലെങ്കിൽ പൈസ തരാം, നിങ്ങൾക്ക് വേറെ വീട് വെക്കാമെന്നുള്ളത്. രണ്ടാമത് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയാണ്, 10 കൊല്ലമായി ഭരണത്തില്ലാത്തതെന്നാണ്. മുസ്ലിം ലീഗും അതുപോലെ തന്നെയാണ്. അവർ കൃത്യമായിട്ട് കാര്യം ചെയ്തല്ലോ. പിന്നെ ആ പിരിച്ച ആപ്പ് കാണുന്നില്ല. അന്നത്തെ KPCC പ്രസിഡന്റ് സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയയില്ല, ഒന്നും പറയുന്നില്ല. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ജയിലിലായിരുന്നു. പിരിച്ച ആളുകളില്ല. ഇന്ന് സീനിയർ നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും നല്ല കാര്യം നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നാണ്. അവസാനം പറഞ്ഞെന്താണ്? പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ തറക്കല്ലിട്ടു അന്ന് പറഞ്ഞിരുന്നെന്നാണ് VD സതീശൻ. 10 ദിവസത്തിനുള്ളിൽ പണി തുടങ്ങുന്നതാണ്. ഇപ്പൊ 1 മാസം കഴിഞ്ഞു. പണി തുടങ്ങുന്നത് പോയിട്ട് അതിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ട് പോലുമില്ല മേപ്പാടി പഞ്ചായത്തിൽ. ഇതാണ് പ്രശ്നം. എന്നിട്ട് അവസാനത്തിട്ട് പറയുന്നത് എന്താണ്? വീടുകളുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കണക്ക് പറയും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, വീടുകളുടെ പണിയെല്ലാം കഴിഞ്ഞാൽ നിങ്ങളോട് ആരും കണക്ക് ചോദിക്കുന്ന പ്രശ്നമില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ പറഞ്ഞാൽ മതി, ജനങ്ങൾക്ക് അത് വിഷയമല്ല. ഇത്രയും വലിയ തട്ടിപ്പ് ഈ ആളുകളോട് എന്താ പ്രശ്നം എന്ന് അറിയോ? ഇവരുടെ വീട് കിട്ടുമെന്ന് കരുതിയിട്ട് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത് 15 ലക്ഷം രൂപയും വാങ്ങി
പോയിരിക്കുന്ന പാവങ്ങളുണ്ട്. അവരുടെ കണ്ണീരിൽ കുതിർന്നില്ലാതാവുക തന്നെ ചെയ്യും കോൺഗ്രസിന്റെ ഭാവി. അതിലൊരു സംശയവും വേണ്ട. ഒരു കോൺഗ്രസ്സുകാരൻ ജീവനോടെ കേരളത്തിൽ അവസാനിക്കുന്ന കാലത്തോളം, ജീവനോടെ ഉള്ള കാലത്തോളം കേരളത്തിലെ ജനങ്ങൾ ഇത് ചോദിക്കുക തന്നെ ചെയ്യും. ശവം തൂക്കുന്നുള്ളത് പുതിയ പദമല്ല പ്രിയപ്പെട്ട അനൂപ്, അത് പണ്ടേ ഉള്ള പദമാണ്. ആ പദം ഉപയോഗിക്കാൻ, ആ പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഏറ്റവും യോഗ്യർ ഈ പിരിവിന് കൂട്ടുനിന്ന, ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ള ആളുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. കോൺഗ്രസ് ഒരു കാരണവശാലും ഇത്രയും പ്രതിരോധത്തിലാവാൻ പാടില്ല. ഇത്രയും ക്രൂരമായ ഒരു തട്ടിപ്പിന്റെ ന്യായം പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത് കോൺഗ്രസിന്. കാരണം കോൺഗ്രസിനെയും നമ്മൾ ഇന്ത്യയിൽ മൊത്തം ഉയർന്നു വരുന്ന RSS ഭീകരതയ്ക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ട പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി ഇതിന് മറുപടി പറയുന്നത് നോക്കുമ്പോൾ എം സ്വരാജൊക്കെ ചൂണ്ടുന്നത്, മുന്നവെക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആ പണം ഉപയോഗിക്കുന്നു, ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ മരിച്ചുപോയവരുടെ കണ്ണുനീരാണ് എന്നതടക്കം പറയുന്നു. അത്രയും കടന്നാരോപണങ്ങളുടെ സാധ്യത എന്താണ്? എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ്? പിരിച്ച പൈസയുടെ യാതൊരു കണക്കുമില്ല, അവിടെ യാതൊരു വർക്കും നടക്കില്ല. പക്ഷേ ഇലക്ഷൻ രംഗത്ത് യാതൊരു മടിയുമില്ല. നിങ്ങൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തത് 511 രൂപയ്ക്ക് ആളുകളെ വിളിക്കുന്നു എന്നുള്ളത്. കേരളം മുഴുവൻ പ്രചരണം നടന്നു. അത് രണ്ടും കണക്ട് ചെയ്ത് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇവര് പറഞ്ഞാൽ മതിയല്ലോ ഏത് അക്കൗണ്ടിലാണ് എത്ര കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാൽ സ്വരാജ് ചമ്മിപ്പോകൂലേ? അങ്ങനെ ഒരൊറ്റ കണക്ക് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അത് ഇടയിൽ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ ഒക്കെ കാര്യം വരികയും അത് അഫിഡവിറ്റിൽ ഇല്ലാതെ പോകുന്നിടത്തുമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ശരി, ഞാൻ ഒരിടവേള കൂടി എടുത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു വിഷയത്തിലേക്ക് അത് മറ്റൊരു കളവായിരുന്നു, ഉടനെ പൊളിഞ്ഞു വീണ മറ്റൊരു കളവായിരുന്നു. Debate with Madhu Saji.